കേരള സർക്കാരിൻ്റെയോ കുന്നമംഗലം നിയോജകമണ്ഡലം MLA PT റഹീമിൻ്റെയോ ഇടപെടലുകൾ മറച്ചുവെച്ച് ഫയർ സ്റ്റേഷന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് ലജ്ജാകരമെന്ന് CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016 ആവശ്യമുയർന്ന ഫയർ സ്റ്റേഷന് 2019 കേരള സർക്കാർ അനുമതി നൽകിയെങ്കിലും സ്ഥലമെടുപ്പ് പൂർത്തിയാകാത്ത കാരണം ആദ്യഘട്ടത്തിൽ അനുവദിച്ച 5 എണ്ണത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി 40 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്നും MLA ആണ് അനുവദിച്ചതെന്നും മറന്നുപോകരുതെന്നും നേതാക്കൾ പറഞ്ഞു. ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനിടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. മാവൂരിലൊരു ഫയർ സ്റ്റേഷൻ മാർച്ച് മാസം 5-ാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. ആ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ നമ്മുടെ കുന്നമംഗലം നിയോജകമണ്ഡലം MLAക്കോ പങ്കൊന്നുമില്ലാത്ത വിധത്തിൽ ചിത്രീകരിക്കുന്ന പല ചർച്ചയും അതുപോലെ പല പത്രസമ്മേളനങ്ങളും ഓൺലൈൻ മീഡിയകളിലൂടെയുള്ള ചില സന്ദേശങ്ങളുമൊക്കെ മനസ്സിലാക്കിയതിന് കൂടി പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു നിങ്ങളെല്ലാം വിളിച്ച് ഇക്കാര്യം പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു വാദം പലരും ഉന്നയിക്കുകയാണ്. ഏലൂർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു വ്യാവസായിക മേഖലയാണ്. അവിടെ 2011 ഫയർ സ്റ്റേഷൻ ഉണ്ട്. വ്യാവസായിക മേഖലയിൽ നമുക്കറിയാം, മാവൂർ ഗോളിയാറൻസ് ഉണ്ടായ സമയത്ത് ആ ഗോളിയാറൻസിൻ്റെ ഉള്ളിൽ ഫയർ സ്റ്റേഷൻ ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നു. ആ എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവൂർ പഞ്ചായത്തിലെ പരിസര പ്രദേശങ്ങളിലെയും അത്യാഹിതം വരുന്ന സമയത്ത് അവരെ ഉപയോഗപ്പെടുത്തിയ ജീര് എന്ന് പറഞ്ഞാൽ വ്യാവസായികമായി മുന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഫയർ സ്റ്റേഷൻ ആ കാലത്തെ ഉണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. എറണാകുളം ജില്ലയിലെ ഏലൂരിൽ 2017 അത് പുതുക്കി പണിതു. 2017 അത് പുതുക്കി പണിത് പുതിയ കെട്ടിടമുണ്ടാക്കി അതിലേക്ക് മാറ്റി. അപ്പോൾ ആ ഏലൂരും മാവൂരുമായി മാറി എന്ന് പറയുന്നത് ഒരു ബന്ധവുമില്ല തെളിയുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് ലാഗ് ചെയ്ത് പോവുക, അങ്ങനെ നീണ്ടുപോകുന്നതുമായ ഒരു പ്രശ്നവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി. എന്താ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ 2019 തത്വത്തിൽ ഇതിന് അംഗീകാരം വരുന്നത്. 2017 പുതുക്കി പണിത് ഞാൻ നേരത്തെ പറഞ്ഞ 3/5/2019 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നമ്പർ ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. തീരുമാനം നമ്പർ ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ F1/16/583/2016 എന്ന് പറയുന്ന ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ 2019 മെയ് മാസം 3-ാം തീയതി മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് 31 പവർ നമ്മുടെ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്തെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് സ്ഥലം കൊടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടത്. സ്ഥലം ഏറ്റെടുത്ത് നൽകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്ഥലം ഏറ്റെടുത്ത് അതിന് കൊടുക്കുന്ന സ്ഥിതിയാണ് എല്ലാ സ്ഥലത്തും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ MLA അഡ്വക്കേറ്റ് PT റഹീം ആയതിനു ശേഷം ഇവിടേക്ക് അനുവദിച്ചിട്ടുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മറ്റൊന്ന് ഗവൺമെൻറ് ITI തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ MLA വന്നതിന് ശേഷം ഈ മണ്ഡലത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വെച്ച് പ്രസിഡന്റുമാരോട് ചോദിച്ചു, ഏത് പ്രസിഡന്റ് സ്ഥലം ഏറ്റെടുത്ത് തരും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തിയിരുന്ന ആ സമയത്ത് ചാത്തമംഗലം പഞ്ചായത്തിലെ അന്നത്തെ പ്രസിഡന്റ് KE രാജഗോപാലൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു തരാം. അങ്ങനെ പഞ്ചായത്ത് ഏറ്റെടുത്ത് ഗവൺമെന്റ് സ്ഥാപനം തുടങ്ങുന്നതിന് ഏൽപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടോൽ താഴത്ത് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് ITI ഇതുപോലെ ചാത്തമംഗലം പഞ്ചായത്തിലെ KE രാജഗോപാലൻ പഞ്ചായത്ത് ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലത്താണ് അവിടെ പ്രവർത്തിക്കുന്നത്. മാവൂർ പഞ്ചായത്തിനോട് പറഞ്ഞു, ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ. മാവൂർ പഞ്ചായത്തിനോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ന്യായമായ വശം എന്നുള്ളത് നമുക്ക് തോന്നും. കാരണം
മാവൂർ പഞ്ചായത്തിന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഏറ്റെടുക്കാം. എങ്ങനെയാണ് പണമില്ലാതെ? പണം ഉണ്ടാക്കാൻ ആവശ്യമായ സംവിധാനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, ത്രിതല പഞ്ചായത്തുകൾക്ക് 40% ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനകീയ ആസൂത്രണം ആരംഭിച്ച കാലം മുതൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ മുമ്പിൽ വേറെ ചിത്രമുണ്ടല്ലോ. തൊട്ടപ്പുറത്ത് വളയന്നൂർ സ്കൂൾ, മാവൂർ പഞ്ചായത്തിലെ വളയന്നൂർ സ്കൂളിൽ അവിടെ കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ഓട് മേഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു വളയന്നൂർ സ്കൂൾ. ആ വളയന്നൂർ LP സ്കൂളിന്റെ ഉത്തരം മുറിഞ്ഞ് കുട്ടിയുടെ തലയ്ക്ക് പരിക്ക് പറ്റി. അന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ആ സമയത്ത് ജനകീയ ആസൂത്രണം ആരംഭിച്ച കാലഘട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു, സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ വളയന്നൂർ LP സ്കൂളിന്റെ കെട്ടിടം മാറ്റി സ്ഥാപിക്കണം. അങ്ങനെ ഗവൺമെന്റിന്റെ ഉടമസ്ഥത, സാധാരണഗതിയിൽ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗവർണറുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുക. സ്വാഭാവികം അങ്ങനെയാണ്. അങ്ങനെ ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് സ്ഥലം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ ഏറ്റെടുത്ത് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വളയന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുപോലെ മണക്കാട് ഗവൺമെന്റ് LP സ്കൂൾ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവൂർ പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതിന്റെ ഭാഗമായാണ് മണക്കാട് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ ഇന്ന് അപ്പർ പ്രൈമറി ആയി പ്രവർത്തിക്കുന്നത്. മാവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ STU ഓഫീസിലും CITU ഓഫീസിലും അതുപോലെ തൊഴിലാളി സംഘടനകളുടെ ഓഫീസിലും ആണ് അന്ന് പഠനം നടത്തിയിരുന്ന മാവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ. ഹയർ സെക്കൻഡറി അല്ല, ഹൈസ്കൂൾ. ആ കാലത്ത് ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂൾ അങ്ങനെ പ്രവർത്തനം നടത്തിയ സമയത്ത് ഇടതുപക്ഷം മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന സമയത്താണ് മേച്ചേരിക്കുന്നിൽ 5 ഏക്കറിൽ കൂടുതലുള്ള സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്ത് ഗവർണർ പേരിൽ രജിസ്റ്റർ ചെയ്തതിന്റെ ഭാഗമായാണ് അന്ന് ആ സ്കൂൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം പഞ്ചായത്താണ് ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്. മാവൂരിൽ അനുവദിച്ച ഫയർ സ്റ്റേഷൻ എന്തുകൊണ്ട് പഞ്ചായത്തിന് ഏറ്റെടുത്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? അവസാനം ഈ മാവൂർ ഗോളിയോർ അയൻസിന്റെ സ്ഥലം മറ്റേ നമ്മുടെ സബ് സെന്ററിന് വേണ്ടി കൊടുത്തിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനടുത്ത് അവിടെ മെറ്റീരിയൽ നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു സംഭരണം അവിടെ ഉണ്ട്. അതിന് തൊട്ടപ്പുറത്ത് സബ് സെന്റർ പ്രവർത്തിക്കുന്നു. അതിന് തൊട്ടപ്പുറത്താണ് ഇപ്പോൾ നമ്മുടെ താൽക്കാലികമായ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. യെസ്, ആയിക്കോട്ടെ, സ്ഥലപരിമിതിയുണ്ട്, അതിൻ്റെ സംഗതികളുണ്ട്. എന്നാൽ അങ്ങനെ വന്നപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ ഇവിടുത്തെ പഞ്ചായത്തിൽ സാധിച്ചു. ആരത് ഏറ്റെടുത്ത് നടത്തി? നമ്മുടെ മാവൂർ പഞ്ചായത്തിലെ വ്യാപാരി വ്യവസായികൾ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ആ സ്ഥലം വിട്ടു നൽകുകയാണെങ്കിൽ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായികൾ മുന്നോട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ നിലയിലെങ്കിലും നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിയും. തുടർന്ന് നമ്മുടെ MLA 40 ലക്ഷത്തിനടുത്ത് ഫണ്ടാണ് അനുവദിച്ചത്. 2021-22 20 ലക്ഷവും 2022-23 10 ലക്ഷവും 2024-25 6 ലക്ഷവും MLA ഫണ്ടിൽ നൽകി, ആസ്തി വികസന ഫണ്ടിൽ നൽകിയിട്ടാണ് ഇന്ന് ആ കെട്ടിടം ആ നിലയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ MLA ഒന്നുമല്ല, ഇതൊക്കെ ഞങ്ങളാണ് നടപ്പാക്കിയത് എന്ന് പറഞ്ഞ് ചാമ്പ്യന്മാരായി വരുന്ന ചില ആളുകളുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനും കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പം അങ്ങനെ ഇന്ന് ഈ പ്രവർത്തനം എല്ലാം പൂർത്തീകരിച്ച് എല്ലാ നിലയിലും പൂർത്തീകരിച്ച് താൽക്കാലികമായി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഫണ്ട് അനുവദിച്ചതും അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനം ഈ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുപോലെ 18/2/2021 GO MS നമ്പർ 5/2021 ആഭ്യന്തരം സ്ഥല സൗകര്യം ലഭ്യമാക്കിയ 5 ഇടങ്ങളിൽ മാവൂരിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രത്യേക പരാമർശത്തിലൂടെ മാവൂരിനെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ MLA കൂടി സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് ആ 5-ൽ നമുക്ക് ഇടം നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മാവൂരിൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 16/12/1965 443/37/65 ആരോഗ്യവും തൊഴിലും
വകുപ്പ് ഉത്തരവ് പ്രകാരം ഗോളിയോർ ആൻഡ് കമ്പനി ഹെൽത്ത് സബ് സെന്റർ തുടങ്ങാൻ സർക്കാരിന് വിട്ടു നൽകിയ സ്ഥലത്ത് MLA ഫണ്ടിൽ നിന്നാണ് ഈ പണം ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിയും. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 4 ഫയർ സ്റ്റേഷനുകൾ ഇതിന്റെ ഭാഗമായി 31-ൽ 4 എണ്ണം ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ആ തുടങ്ങാൻ വേണ്ടി 4 എണ്ണം തീരുമാനിച്ചപ്പോൾ അതിൽ 1 മാവൂരിൻ്റെതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ 4ലേക്ക് കൂടി 11 തസ്തികകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 11 തസ്തികകൾ. എന്നാൽ മാവൂരിന് മാത്രം, ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സെന്ററിന് മാത്രം, അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ഇതിന് പണം മുടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിനെ കൂടി ശക്തമായ ഇടപെടലിനെ കൂടി പശ്ചാത്തലത്തിൽ മാവൂരിൽ 18 തസ്തികകളാണ് സൃഷ്ടിച്ചത്. ആകെ 4 എണ്ണം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് 3 എണ്ണത്തിന് കൂടി കിട്ടുന്നത് 11, നമുക്ക് 1-ന് മാത്രം 18 തസ്തികകൾ. ഇതൊന്നും വിസ്മരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ 18 തസ്തികകളോട് കൂടി നമ്മുടെ മാവൂരിലെ ഫയർ സ്റ്റേഷൻ തുടങ്ങാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ അവിടെ തീരുന്നുണ്ടോ? അവിടെ തീരുന്നില്ല. ഇത് MLA-യുടെയോ ഗവൺമെന്റിന്റെയോ അനാസ്ഥയുടെ ഭാഗമാണ്. ഇതിന്റെ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ സംവിധാനം ഉണ്ടാക്കി, അതിന് കെട്ടിടം ഉണ്ടാക്കി, അത് കഴിഞ്ഞതിന് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിന് നമ്പർ കൊടുക്കട്ടെ. ആരാ കൊടുക്കേണ്ടത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാവൂർ ഗ്രാമപഞ്ചായത്താണ് കൊടുക്കേണ്ടത്. എന്നാ കൊടുക്കുന്നത്? 16/1/2026 ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഈ ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് ആവശ്യമായ മറ്റ് സർട്ടിഫിക്കറ്റുകളും 16/1/2026 കൊടുക്കുകയും ഈ ജനുവരി മാസം 16-ാം തീയതി ഒരു അമാന്തവുമില്ലാതെ 33-ാം ദിവസമാണ് ഇതിന്റെ തീരുമാനം വരുന്നത്. 33-ാം ദിവസം കൊടുത്ത് കൃത്യമായി 33 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് ഇതിന് 18 തസ്തിക സൃഷ്ടിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഈ നമ്മുടെ കുന്നമംഗലം നിയോജകമണ്ഡലം MLA ഈ പ്രത്യേകം താല്പര്യമെടുത്ത് അത് നമ്മുടെ ധനകാര്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രത്യേക നിർദ്ദേശത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്ര വേഗം നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടിയ ഉടനെ ഗവൺമെന്റ് അതിൽ ഇടപെട്ടു. ആ ഇടപെട്ട് അത് പൂർത്തീകരണത്തിനും അത് ഉദ്ഘാടനത്തിനും വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഇവിടെയും ഉസ്മാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒന്ന്, മണന്തലക്കടവും പാലായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിഷയം. ആ പാലായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഭരണസമിതിക്ക് എന്തെങ്കിലും അതിലൊരു ആത്മാർത്ഥം ഉണ്ടായിരുന്നു? ഞാൻ 3 തവണ വാഴക്കാട് പഞ്ചായത്തിലെ നേതാക്കന്മാരുമായിട്ട് ഈ പാലത്തിന്റെ വിഷയത്തിൽ ബന്ധപ്പെട്ട ഒരാളാണ്. പലപ്പോഴും അബ്ദുള്ളലി മാഷ്, നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്, അവിടുത്തെ കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ് അബ്ദുള്ളലി മാഷ്. അതുപോലെ രാജഗോപാൽ മാഷ് അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയാണ്, എടവണ്ണപ്പാറ ലോക്കൽ സെക്രട്ടറിയാണ്. അങ്ങനെ 2-3 ആളുകൾ നിരന്തരം നമ്മളെ ബന്ധപ്പെടുക. അങ്ങനെ റിയാസിന്റെ അടുത്ത് 3 തവണ ഞങ്ങൾ പോയി. കോഴിക്കോട് പോയി, തിരുവനന്തപുരത്ത് പോയി, ഇവിടെ കുന്നമംഗലത്ത് വന്നപ്പോൾ അവിടെയും പോയി. അതിന് ധനകാര്യ വകുപ്പിന്റെ ഒരു അനുമതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 30 കോടി ഉറുപ്പിയാണ് മണന്തലക്കടവിൽ പാലത്തിന് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചത്. ഞങ്ങൾ ഇവരോട് ബന്ധപ്പെട്ടു. നേരത്തെ ദീപ പുലിയപ്പുറം പ്രസിഡന്റായ സമയത്തുള്ള ഒരു നടപടി മാത്രമല്ലാതെ ഈ സമയം വരെ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾ പോലും, ഭരണാധികാരികളായിട്ടുള്ള ഒരാൾ പോലും ആ പാലത്തിന് വേണ്ടി സഹകരിച്ചില്ല. രേഖകൾ നമ്മളെ കയ്യിൽ. ഞങ്ങൾ പോയതാണ്, വാഴക്കാട് പഞ്ചായത്തിലെ ആളുകളെ കൂട്ടിയിട്ട് ഞങ്ങൾ പോയതാണ്, റിയാസ് മിനിസ്റ്റർ എടുത്ത് പോയതാണ്. അതിന് ഭരണാധികാരി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ, ഫിനാൻസിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു കത്തുമായിട്ട് ഞങ്ങൾ പോയതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇവിടുത്തെ നേരത്തെ ഉസ്മാൻ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അതിലെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. നേരത്തെ രഞ്ജിത്തും നേരത്തെ ഉണ്ടായിരുന്ന ദീപ പുലിയപ്പുറം ഒക്കെ പ്രസിഡന്റ് ആയ സമയത്ത് ഈ പാലത്തിന് വേണ്ടി നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നമ്മൾ രാഷ്ട്രീയം വെച്ചിട്ട് പറയല്ല. പക്ഷെ ഇപ്പോ എന്തേ വളപ്പിൽ റസാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അതിന് ശേഷം വന്ന ആളുകൾ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എന്തേ അതിന് വിട്ടുപോയത്? രണ്ടാമത്തെ കാര്യം, ഈ ഫയർസ്റ്റേഷന്റെ വിഷയം ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഈ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റിന്റെ നിശ്ചയദാർഢ്യവും ശക്തമായ പിന്തുണയും ഏറെ പ്രചോദനമായിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു.
ഫയർ സ്റ്റേഷൻ മാത്രമല്ല ആർട്സ് കോളേജ്, ITI തുടങ്ങി വിവിധ MLA കൊണ്ടുവന്ന പദ്ധതികളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചതെന്നും നേതാക്കൾ ആരോപിച്ചു. ലോക്കൽ സെക്രട്ടറിമാരായ സുനിൽ താത്തൂർപോയിൽ, സുരേഷ് പുതുക്കുടി എന്നിവരും വിച്ചാവ മാവൂരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് ന്യൂസ്, മാവൂർ.